കൊച്ചിന്റെ വഞ്ചിക്കുട്ടിയുടെ ഓരോ കാശ് മോപ്പിക്കാൻ പലർക്കും കൊടുക്കലായിരുന്നു ഒരു ജോലി ചെയ്തത്. ഏത് പെണ്ണുങ്ങൾക്കാ കൊടുക്കുന്നതെന്നൊന്നും അറിയില്ല. ഇപ്പൊ ഏതൊരു നമ്മൾ ആരുമായിട്ടോ കല്യാണം കഴിച്ചു പറയുക, എന്നിട്ട് പോലീസ് വെരിഫിക്കേഷൻ കള്ളമായിട്ടൊക്കെ എന്തൊക്കെയോ നടത്തുക, ഓൺലൈനിലായിരിക്കും, നമുക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് ഇവന്മാർ കുറെ കള്ളക്കഥകളൊക്കെ നമ്മളെ കുറിച്ച് ഉണ്ടാക്കുക, മിക്ക ദിവസവും നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക. ഇപ്പൊ ഒരു കൊല്ലത്ത് എന്നുള്ള K02 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ടാകും നമ്പർ, നമ്മൾ ഇവിടെ അടുത്ത വീട്ടിലാണ്. ഞാൻ എന്നിട്ട് കാറ് പമ്മി എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവന്മാര് ഡ്രാമ നടത്തുന്നത് ഞാൻ അവന്റെ കൂടെ പോയി അങ്ങനെ എങ്ങനെയാണ് ഓഫ് ചെയ്യുക, അതെല്ലാം ഞാൻ എനിക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ സൈബറിൽ പറഞ്ഞു അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം, എനിക്ക് കൊടുക്കണമെന്ന്. എന്നും ഓഫ്ലൈൻ ആണ്. അതിപ്പം ഇന്റർനെറ്റ് ആൾക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് നെറ്റ് ഇല്ലെന്ന്. പക്ഷെ നെറ്റിനകത്ത് എല്ലാ ലൈറ്റും പച്ച എല്ലാം കത്തുന്നുണ്ട്. നെറ്റ് ഫുള്ള് വർക്കിംഗ് ആണെന്നാണ് നമ്മുടെ അമ്മ ചെയ്യിച്ചിട്ട് നമുക്ക് ഒരെണ്ണം ചുമ്മാ അവരുടെ പോലീസ് കൊടുക്കാൻ എന്നാലും നമ്മളൊന്നും അറിയിക്കണമല്ലോ ഇതിലേക്ക് നടക്കുന്നു. നമ്മുടെ പോയിന്റ് ആളുകൾ എവിടെ പോയാലും ഫോളോ ചെയ്യുക. ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. നമ്മളിവിടെ പറയുന്നതെല്ലാം കേൾക്കുക. നമ്മള് ഡിവോഴ്സിലാണ് ആരും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ അവരുടെ കൂടെ പോകുന്നു, ഇവരുടെ കൂടെ പോകുന്നു കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി വെറും ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് വരുമാനം. നമ്മൾ കണ്ടു ഇതുപോലെ തന്നെ നടന്നതാണ്. എന്ന് പറയുന്ന മോനെ ഇഷ്ടപ്പെട്ടത് രാത്രി 1 മണിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് പോയി എന്റെ വീടിന്റെ മുന്നിൽ പോയി അവന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അവൻ ഈ 12 മണിക്കോ 1 മണിക്കോ ഒക്കെ രാത്രി കാലരാത്രി കാര്യങ്ങൾ നടത്തുക. എന്നിട്ട് ഇവൻ ഇവിടോട്ട് വരുന്ന കഥകൾ ഉണ്ടാക്കും. അന്ന് എനിക്ക് ക്യാമറ അന്നേരം ആ ക്യാമറ ഉണ്ടാവും. അതൊക്കെ ടെക്നോളജി വെച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ 1 കോടി 3 കോടിയൊക്കെ നമ്മുടെ ബാങ്കിൽ നമ്മൾ പോകുന്നത് തന്നെയാണ് സാറേ. എങ്ങനെയാണ് സാർ വിളിച്ചു നോക്കിയത് കൊച്ചിയോട്? കുറെ അമ്മമാര് വന്നു നമ്മുടെ വീടുകളിൽ കിടന്ന് ആടുന്നത്. അമ്മമാര് കുറേ